ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 19 ആണ്, എ പ്രെയർ ഫോർ ഹീലിംഗ്. എന്താണ് എ പ്രെയർ ഫോർ ഹീലിംഗ് എന്ന്? രോഗശാന്തിക്ക്. ഹീലിംഗ് എന്താണ്? രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയാണ് എന്ത് ചാപ്റ്ററിൻ്റെ നെയിം. സോ ഇതൊരു പോയമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രം ancient times, people across the world belongs to different cultures and different religions have prayed to various objects of nature: the sun, moon, stars, earth, wind, water bodies, plants and animals. This is because man has recognized their importance from very beginning. The earth is our home and our only home. അപ്പോൾ എന്താണ്, നമ്മുടെ പൂർവികർ പണ്ട് തൊട്ട് തന്നെ ഈ ലോകത്തിലുള്ള പല മതത്തിലും പല ജാതിയിലും പെട്ടവരായിരുന്നു. പക്ഷെ അവർ പ്രകൃതിയിലെ പലതിനെയും ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഏതൊക്കെയാണ്? സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും ഭൂമിയോടും കാറ്റിനോടും അതുപോലെ ജലം, സസ്യങ്ങൾ, പിന്നെന്താണ് അനിമൽസ്, ഇതിനോടെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? അവർ മുന്നേ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിരുന്നു. കാരണം എന്താണ്, ഭൂമിയാണ് ഒരു വീട്, അവരുടെ ഏക ഭവനമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കവിത എന്താണ് പറയുന്നത്? അതായത് ഭൂമിയെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഉള്ളൊരു കവിതയാണ്. അപ്പോൾ ഭൂമിയെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ഭൂമിയെ പ്രകൃതിനെ ഒരുപാട് രീതിയിൽ ദ്രോഹിക്കുന്നുണ്ട്. മരം വെട്ടുന്നതും മലിനീകരണങ്ങളും അങ്ങനെ ഒരുപാട് നമ്മൾ ഭൂമിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്നെല്ലാം ഭൂമിയെ സുഖപ്പെടുത്താൻ കൂട്ടായ പരിശ്രമം നടത്തണമെന്നും ലോകമെമ്പാടുമുള്ള എല്ലാ ജനതകളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്ത് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മുന്നിൽ വെക്കുന്ന ആശയം. അപ്പോൾ നമുക്ക് കവിത നോക്കാം. എ പ്രെയർ ഫോർ ഹീലിംഗ്. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ ടു ബ്രിങ് ന്യൂ ലൈഫ് ടു ദ ലാൻഡ്, ടു റീസ്റ്റോർ ദ വാട്ടർ, ടു റിഫ്രഷ് ദ എയർ. എന്താണ്, നമുക്ക് ഭൂമിയോട് കൂടെ ഒരുമിച്ച് നിന്ന്, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു പുതിയ ജീവിതം കൊണ്ടുവരാം, അല്ലേ? ഭൂമിക്ക് ഒരു പുതിയ ജീവിതം കൊണ്ടുവരാം. അതുപോലെ എന്താണ്, ജലത്തിനെ നമുക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്യാം, അതായത് ശുദ്ധീകരിക്കാം. എയറിനെ റിഫ്രഷ് ചെയ്യാം, നവീകരിക്കാം. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഭൂമിയോട് കൂടെ ചേർന്ന് നിന്നിട്ട് ഭൂമിക്ക് ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ജീവിതം കൊണ്ടുവരാം. ജലം അതുപോലെ വായുവും എല്ലാം നമുക്ക് നവീകരിക്കാം. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ ടു റിന്യൂ ദ ഫോറസ്റ്റ്, ടു കെയർ ഫോർ പ്ലാന്റ്സ്, ടു പ്രൊട്ടക്ട് ദ ക്രിയേച്ചർ. നമുക്ക് ഭൂമിയോട് കൂടെ ചേർന്ന് നമുക്ക് ഈ ഫോറസ്റ്റൊക്കെ, അതായത് ഫോറസ്റ്റ് വനമെല്ലാം പുതുക്കാം. അതുപോലെ തന്നെ കെയർ ഫോർ പ്ലാന്റ്, സസ്യങ്ങളെ പരിപാലിക്കാം. ക്രിയേച്ചേഴ്സ് ജീവികളെ എല്ലാം സംരക്ഷിക്കാം. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ ടു സെലിബ്രേറ്റ് ദ സീസ്, ടു റീജോയ്സ് ദ സൺലൈറ്റ്, ടു സിങ് ദ സോങ്സ് ഓഫ് സ്റ്റാർസ്. നമുക്ക് ഭൂമിയോട് കൂടെ നമുക്ക് എല്ലാവർക്കും കൂടിച്ചേർന്ന് കടലുകളെ ആഘോഷിപ്പിക്കാം. അതുപോലെ സൂര്യപ്രകാശത്തെ സന്തോഷിപ്പിക്കാം. അതുപോലെ നക്ഷത്രങ്ങളുടെ ഗാനം ആലപിക്കാം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ ടു റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി, ടു പ്രൊട്ടക്ട് ജസ്റ്റിസ് ആൻഡ് പീസ്, ടു റിമെമ്പർ അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഭൂമിയുടെ കൂടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഭൂമിയെ ഭൂമി ജോയിൻ വിത്ത് ദ എർത്ത് കൂടെ നിന്ന് ടു റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി, നമുക്ക് ഹ്യൂമൻ കമ്മ്യൂണിറ്റി പുനഃസ്ഥാപിക്കാം, മനുഷ്യ സമൂഹത്തെ പുനർനിർമ്മിക്കാം. ടു പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് പീസ്, ഒരു സമാധാനത്തിനും നീതിക്കും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. ടു റിമെമ്പർ അവർ ചിൽഡ്രൻ, നമ്മുടെ മക്കളെ ഓർക്കാൻ, അല്ലേ? നമ്മുടെ മക്കളെ ഓർക്കാനും നീതി സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യ സമൂഹത്തെ നിർമ്മിക്കുന്നതിനും നമുക്ക് ഭൂമിയോട് പരസ്പരം ചേരാമെന്നാണ് അതിൽ പറയുന്നത്. ദെൻ വി ജോയിൻ വിത്ത് എർത്ത് വിത്ത് ആൻഡ് ഈച്ച് അതർ. We join together as many and diverse expressions of one loving mystery for the healing of earth and renewal of all life. അപ്പോൾ ഭൂമിയുടെ സൗഖ്യത്തിനും എല്ലാ ജീവജാലങ്ങളുടെ നവീകരണത്തിനുമായി നാം ഭൂമിയോടും പരസ്പരം ഒന്നിച്ചു ചേരുന്നു എന്നാണിത് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ പ്രകൃതിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. സോ അതിൽ നിന്നെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭൂമി, മരങ്ങളെയും പ്രകൃതിനെയും അതുപോലെ എല്ലാ രീതിയിലും നമ്മൾ
നമ്മുടെ എൻവിയോൺമെൻറ്റിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ ഭൂമിനെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ ഭൂമിനെ സംരക്ഷിക്കുക, അത് നമ്മളെ സംരക്ഷിക്കുക. അത് കാരണം എന്താണ്? അത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട് നമ്മൾ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ഭൂമിയെ പരിപാലിച്ചാലാണിത് നാളെ നമുക്ക് നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.